അതിന്റെ ഫോട്ടോ എടുക്കുക കേട്ടോ. കൂടുതൽ സ്റ്റൈലൊന്നും കാണിക്കല്ലേ. ഇവിടുന്ന് കിട്ടുന്ന അപ്പുറത്തുനിന്ന്. ഒന്നുമില്ല, നത്തിങ്. നീ ഒന്ന് സ്റ്റൈലായിട്ടൊക്കെ നിന്നെ. ഇച്ചിരി അടുത്ത് നിൽക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ലടാ ഒന്നുമില്ലടാ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. എന്റെ ഫോട്ടോ എടുക്കുക കേട്ടോ. ചോദിക്കുന്നുണ്ടല്ലേ ഉടനെ എന്താ വന്ന്. അവനാ കിട്ടുന്ന വെള്ളമൊന്നും പോരാ. എടാ അതിന് അടിയിൽ കൂടെ ലീക്ക് ഉണ്ടോന്ന് നോക്കി. ആ പണ്ടാറ ലീക്ക് വല്ലതും ഉണ്ടോന്ന് നോക്കി. ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ ഒരു നീല ബക്കറ്റ് ഇരിപ്പുണ്ട്, അതെടുത്തോണ്ടോ. നിറച്ചവിടെ വെച്ചേക്കുന്നു, അത് കൊണ്ടൊന്ന് കൊടുത്താൽ മതി. നിറയുന്നുണ്ടോ? വെള്ളം നിറയുന്നുണ്ടോ? നീ അങ്ങോട്ട് വന്നേനെ, അവൻ പുറകോട്ട് മാറിയ പേടിച്ചിട്ട്. നീ അങ്ങ് മാറ്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ പേടിച്ചിട്ടാ കഴിക്കുന്നത്. ഒന്നുമില്ലടാ, കുടിക്കടാ, വെള്ളം കുടിച്ചോടാ. ഒന്നുമില്ല ഒന്നുമില്ല, കുടിച്ചോ, വെള്ളം കുടിച്ചോ, കുടിച്ചോ, വെള്ളം കുടിച്ചോ. കളയാത്. എന്തിനാ കളയുന്നേ? ഞങ്ങൾ മാറിയേക്കാം, വാ, ഞങ്ങൾ മാറുക. മാറി നീ കുടിച്ചോ, കുടിച്ചോ, വെള്ളം കുടിച്ചോ. അവൻ വേറെ കണ്ടാ ഇപ്പൊ പറയുന്നേ. എനിക്ക് ഒന്ന് ഇതിട്ട് കൊടുക്കാനാ. വെള്ളം മതിയോ നിനക്ക്? കുടിച്ചോ നീ കുടിച്ചോ. ഇറങ്ങി നോക്കുവാ മോനെ, നമ്മുടെ ആരോഗ്യത്തിന് നല്ല പരിപാടിയൊന്നും അല്ല. വെള്ളം കൊടുക്കുക, വല്ല പിണ്ണാക്കോ വല്ല ഉണ്ടെങ്കിൽ കൊണ്ടുപോരെ. പാവം പിടിച്ചാനാ. ആ കാല് താഴെ കുത്താമ്പലും പോയാ നോക്ക്. ആ കാല് ആകാശത്ത് നിൽക്കുക. ഇങ്ങനെയുള്ള പണികൾ ഇവന്മാര് കാണിക്കുന്നത് എന്തൊരു വൃത്തികെട്ട പണിയാണ് അവന്മാര് കാണിക്കുന്നത്. അവന്മാർക്ക് വേണേ തന്റെ ഈ മരത്തെ കെട്ടാൻ തരും, അതിനൊന്ന് നിൽക്കാവുന്ന രീതിയിൽ. അത് കാല് കുത്താൻ വയ്യ നിലത്ത്. അപ്പൊ മറ്റേത് പൊങ്ങി. രണ്ട് കാലോടെ താഴെ കുത്താൻ പറ്റത്തില്ല. ഇങ്ങനെ ചെയ്യാവൂടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇവന്മാർക്ക് അയച്ചു കൊടുക്കും. എന്താ വന്യമൃഗ സംരക്ഷണം എങ്ങനെ ഒപ്പാണോ അല്ലയോ നോക്കുമായിരുന്നു. വെച്ചു കൊടുത്തു, അടുത്ത് കൊണ്ടുവച്ചു. അതൊരു ഷെയ്ക്കാൻ കൊടുത്തു. അങ്ങനൊക്കെ പേടിക്കാൻ പറ്റും. ഓ അങ്ങനെ പാവ അല്ല, അതൊരു പേടിച്ചൂറിയ കേട്ടോ. നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോ അത് പുറകോട്ട് പോവാ. പാവം പിടിച്ചവനാ. കിടന്ന് കരയുമ്പോ എങ്ങനെ വെള്ളം കൊടുക്കാതിരിക്കുന്നു? വെള്ളത്തിന് വേണ്ടി കിടന്ന കരയായിരുന്നു. രാവന്മാരെ അറിഞ്ഞോണ്ടാന്ന് ഇവിടെ കൊണ്ട് കെട്ടിയത്. നമ്മളെല്ലാം കൊടുത്തോളൂ എന്ന് വിചാരിച്ചു.
പിന്നല്ലാതെ സുഖമില്ലേ? എന്തുവാടാ അഴിച്ചു വിടണോ? ഇവിടെയും കെട്ടിട്ടുണ്ട് അവിടെയും കെട്ടിട്ടുണ്ട്. അവർ രാവിലെ ഒന്ന് മാറ്റി കെട്ടിയതാ. മാറ്റി അല്ല ഇവിടെ തന്നെ കെട്ടിയിരുന്നു. അതറിയത്തില്ല. അവർ രാവിലെ അവൻ ചെയ്തതാ. അവർ രാവിലെ അഴിച്ചോണ്ട് പോയി. നോക്കടാ ചെയിനെ പിടിക്കുന്നത് നോക്കി. അഴിക്കുന്നുണ്ടോ? അവൻ അഴിച്ചെടുക്കാൻ നോക്കും. ഓ മനസ്സിലായി നീ പറഞ്ഞാ മനസ്സിലായി. അത് അഴിച്ചുവിടാനാ പറയുന്നത് നമ്മൾക്ക്. അമ്മ ഉച്ചക്ക് വരാന്ന് പറഞ്ഞാ കണ്ടില്ല. അതുകൊണ്ട് അഴിക്കുന്നത്. എടാ നിന്റെ തുമ്പിക്കൈയെ വല്ല വിരലുണ്ടായിരുന്ന അവൻ ഈസി ആയിട്ട് അഴിച്ചേനെ. പിള്ളേരൊക്കെ പോയി. പിള്ളേരുമായി ഇപ്പൊ. ഞാൻ പിള്ളേരെ വിളിക്കുന്നു. ഇനി വാ, എന്നാലും മനസ്സിലാവത്തില്ല. ഇനി വാ. പേടിയുണ്ടെങ്കിൽ അകത്ത് പോയി പത്തായത്തിൽ പോയിരിക്കും. പോ, തിരിയത്ത് പോലും ഇല്ല അത്. പത്തായത്തിനകത്ത് കയറി ഇരിക്കും. പോ. എന്തായാലും അതിനേക്കാളും സ്പീഡിൽ ഓടാൻ നമുക്ക് പറ്റും. അത്രയെങ്കിലും അറിയാല്ലേ. ഇന്നലെ ഒരു കൂന നിറച്ചു കൊണ്ടിട്ടോ. രാവിലെ വന്നപ്പോ ഒരു ഈപ്പി പോലും മതി. 4 തെങ്ങിന്റെ മടൽ കൊണ്ടിട്ടോ ഫുള്ള്. എന്തുവാടാ വിഷമം പറയുവാ അവന്. ജെബി പറഞ്ഞാ മതി. വന്ന് പിന്നെ വരുമ്പോ പറഞ്ഞാ മതി. പിന്നെ പറഞ്ഞാ മതി. ഇന്ന് അത്യാവശ്യമാണ്. ഇങ്ങോട്ട് വന്ന് പറ. ഒരാനയെ വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുക ഇപ്പൊ. എന്തുവാടാ? താണ്ട് തരും. താണ്ട് നിന്റെ അച്ചാച്ചൻ താണ്ട് കൊണ്ടുവരുന്നുണ്ട്. ഗുഡ് ബോയ്.